അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അൽ-ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ എഴുതിയോ ബുലൂഗുൽ മറാം ചൊല്ല കിതാബിൽ നിന്നിട്ട് നോമ്പുക്ക് ಸಂಬಂಧಪಟ್ಟ ಕೆಂಕೆತ್ತೆ ಅಹ್ಕಾಮಂಗ ಇಟ್ಟಿಕ್ಕಿನಂಗ പഠിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ಇದಕ್ಕೆ മുന്നോളത്തെ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് റമദാൻ്റെ ലാസ്റ്റത്തെ 10 നാളിൽ ആഗ്രഹിക്കത്തെ അമലു സ്വാലിഹാത്തിരെ ശ്രേഷ്ഠതങ്ങ ഇട്ടിക്കർ. ഇനി അതിൽ പിന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല കൊടുക്കറങ്കത്തെ ഹദീസ് ഇഅ്തികാഫുടെ ഹുക്കുമെന്തരെ അത് പടിപ്പാട്ടി തൻ്റെ കങ്കത്തെ ഹദീസ് ഐറ്റിക്കർ കൊടുക്കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ആക്കറങ്കത്തെ ഹദീസ് ഐറ്റിക്കറതും ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം كان يعتكف الأشهر الأواخر من رمضان حتى توفاه الله ثم اعتكف أزواجه من بعده متفق عليه. عائشة رضي الله عنها ചൊല്ലെ أن النبي صلى الله عليه وسلم كان يعتكف الأشهر الأواخر من رمضان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ തിങ്ങളുടെ ലാസ്റ്റത്തെ 10 നാളിൽ ഇഅ്തികാഫ് തെച്ചോണ്ടിരുന്നു. ഹത്താ തവഫാഹുല്ല മരിക്കറോടത്തോളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ തിങ്ങളുടെ ലാസ്റ്റത്തെ 10 ഇഅ്തികാഫ് തെച്ചോണ്ടിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദി. നബി മരിച്ചിട്ടായി പിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെഞ്ഞായിമാർ ഏത്തിക്കാഫു ദച്ചോണ്ട് ഇന്നാറുണ്ട് ഇടിക്കറ് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പാടുത്തുണ്ട്. അപ്പം ഈ ഹദീസിൽ ചെമ്മ ഫായിദ അങ്ങനെ നമുക്ക് പഠിക്കുകൊണ്ട് ഒന്നാമത്തേതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കറോടത്തോലും റമദാൻ തിങ്ങളുടെ ലാസ്റ്റത്തെ 10 നാളിൽ ഏത്തിക്കാഫ് തെച്ചോണ്ട് ചൊല്ലു. അപ്പം ഇതിൽ ഞങ്ങൾക്ക് കിട്ടുമെങ്കിലത്തെ പാടെന്തൊരു ചൊല്ലിട്ടെങ്കിൽ ഒന്ന് റമദാൻ തിങ്ങളുടെ ലാസ്റ്റത്തെ 10 നാളുടെ ശ്രേഷ്ഠതയിട്ടിക്കർ ഈ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പാടുത്തുണ്ട്. ലാസ്റ്റത്തെ 10 നാളിൽ ഇബാദത്താക്കിയെങ്കിൽ അത് കിട്ടുമെങ്കിലത്തെ പ്രതിഫലം അതൊരു ശ്രേഷ്ഠത്തെ അരിപ്പാട്ടി തൻ്റെ കങ്കത്തെ ഹദീസ് ഇട്ടിക്കർ ഈ ഹദീസ്. അതേപോലെ രണ്ടാമത്തെ ഒരു ഫായിദ ലൈലത്തുൽ ഖദർ അത് റമദാൻ തിങ്ങളുടെ ലാസ്റ്റത്തെ 10 നാളിൽ ഏതായെങ്കിൽ ഒരു നാളിൽ ആവിടേണ്ടിരിക്കർ ഈ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പാടുത്തുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടായിട്ടിക്കരെന്തരെ ഏത്തിക്കാഫു ദയിക്കര്. അപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദച്ചോണ്ടിൻ്റെ ലാസ്റ്റത്തെ 10 നാളിലായിട്ടുണ്ട്. അപ്പം ലൈലത്തുൽ ഖദർ അത് സംഭവിക്കര് റമദാൻ തിങ്ങളുടെ ലാസ്റ്റത്തെ 10 നാളിൽ ഏതായെങ്കിൽ ഒരു നാളിലായിട്ട് ഇക്കറിച്ചോണ്ടു ഈ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പാടുത്തുണ്ട്. അതേപോലെ മൂന്നാമത്തേതായിട്ട് ഈ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പാടുത്തേണ്ടത് ഇഅ്തികാഫു ചൊല്ലത് അത് സുന്നത്തായിട്ട് ഇക്കറിച്ചോണ്ടു. ഇഅ്തികാഫു സുന്നത്തായിട്ട് ഇക്കറ്. ഈ വിഷയത്തിൽ ഉലമാക്കന്മാരെ ഒമ്മത്ത് അഭിപ്രായമുണ്ട്. ഇനി ഓർത്ത ഏത്തിക്കാഫ് ആക്കുക നാಡ್ಚಾಕಿರಂಟಾയെങ്കിൽ അപ്പം മാത്രമേ ഇടിക്കറ് അവൻ്റെ മേൽ കമ്പൽസറി അവിടെ വെച്ചിട്ടു ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പാടുത്തുണ്ടാറ്. അപ്പം ഏത്തിക്കാഫു എന്തരല്ല വാജിബല്ല സുന്നത്തായിട്ടിക്കറ്. ഇനി ഒരുത്ത നേർച്ച ആക്കി വെച്ചിರಂಟಾയെങ്കിൽ ನಾನು ഇന്ന നാൾ ഏത്തിക്കാഫ് ദയിക്കറ് വെച്ചിട്ട് നേർച്ച ആക്കി വെച്ചിರಂಟಾയെങ്കിൽ അവൻ്റെ മേലെ ഇട്ടിക്കറ് ഏത്തിക്കാഫു കമ്പൽസറി അവിടെ. അതേപോലെ ഈ ഹദീസിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന അയക്കെങ്കിൽ ഇന്നൊരു കാര്യം ഇട്ടിക്കറ് ഇഅ്തികാഫുടെ
ಏತಿಕಾಫ್ ದೆಚ್ಚೆಂಟಾಯಿಂಗ್ ಅದಕ್ಕುಲ್ಲ ಪ್ರತಿಫಲ ಎಂದರೆ ಚೊಂಟು ಅರಿಪಾಟಿರಕಂಕೆತ್ತೆ ಒಂದು ಸಹಿಯಾಯ ಹದೀಸುം നമുക്ക് കാണുക സാധ്യമല്ല. ആയെങ്കിൽ ഉലമാക്കന്മാർ ചൊല്ലാറ് ಅದರ ಪ್ರತಿಫಲ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಾಲ ನಂಗೆ ಚೊಂತರಾಂಟಿಕ್ಕೋಗು ಅದರ ಪೆರವುലുള്ള ಹಿಕ್ಮತ್ ಎಂದರೆ ചൊന്നിട്ടായെങ്കിൽ ഉലമാക്കന്മാർ ചൊല്ലെ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു താല ഏതായെങ്കിൽ ഒരു ഇബാദത്തുക്ക് പ്രതിഫല ഞങ്ങൾക്ക് പടിപ്പാടി തന്നിട്ടില്ലാണ്ടായെങ്കിൽ അതിനർത്ഥ ಅದಕ್ಕೆ ചെമ്മ പ്രതിഫല ഉണ്ടുണ്ടായിട്ടിരിക്കുന്നുണ്ട്. ಅದಕ್ಕೆ ചെമ്മ പ്രതിഫല ഉണ്ടുണ്ടായിട്ടിരിക്കുന്നു. ഒരു സംശയമേ ഇല്ല ಅದಕ್ಕೆ ചെമ്മ പ്രതിഫല ഉണ്ട് ചൊല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നോടത്തോളം ഈ എത്തിക്കാഫു ദച്ചോണ്ടിന്ത്. നബി മരിച്ചിട്ടായി പിന്നെ നബിയുടെ പെഞ്ഞായിമാർ ഏത്തിക്കാഫു ദച്ചോണ്ടിന്നാറ് ചൊണ്ടു. അപ്പോൾ ഒരു സംശയമേ ഇല്ല അതിലെന്തൊരു ചെമ്മ പ്രതിഫല കിട്ടിട് ചൊല്ലെ വിഷയത്തിൽ. അതേപോലെ ഈ ഹദീത്തിൽ കിട്ടുറങ്കത്തെ ಇನ್ನೊರು ಫಾಯಿದೆ ಇಟ್ಟಿಕ್ರು ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಚೊಂತೆಂದರೆ ಸುಮ್ಮ ಇಅತಕಫ ಅಜ್ವಾಜುಹು ಮಿನ್ ಬಅದಿಹಿ നബി മരിച്ചിട്ടായി പിന്നെ നബിയുടെ പെഞ്ഞായിമാർ ഏത്തിക്കാഫു ദച്ചോണ്ടിന്നാറ് ചൊണ്ടു. അപ്പം പെനിക്ക് ഏത്തിക്കാഫു ദയിക്കുന്നതും സുന്നത്തൈറ്റിക്കറ് ചൊണ്ടു ഈ ഹദീസിലിട്ട് ഞങ്ങൾക്ക് കിട്ടും. അതിലും പ്രോബ്ലം ഇല്ല ചൊണ്ടു. അതിന് കുറേ കണ്ടീഷൻ ഉലമാക്കന്മാർ ചൊല്ലുണ്ടാറ്. അതായത് അങ്ങ് ഏത്തിക്കാഫ് ദച്ചത് കൊണ്ടിട്ട് ഫിത്തന ഒന്നും ഉണ്ടാവുക തീറ. ഫിത്തന ഉണ്ടാവുട്ട് ചൊല്ലി പേടിണ്ടായെങ്കിൽ അങ്ങ് ഏത്തിക്കാഫു ദയിക്കോಗು തീറ. അതേപോലെ രണ്ടാമത്തേതായിട്ട് അങ്ങ് ചൊല്ലി മാപ്പിളയുടെ ಪರ್ಮಿಷನ್ ಕೇಳ್ಕೊಂಡು വെച്ചുണ്ട്. മാപ്പിളയുടെ പർമിഷൻ കേൾಕೊಂಡು വെച്ചുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് എന്തിരെ നിങ്ങളെ മാപ്പിള റായത്തിൽ ഇന്നേണ്ടായെങ്കിൽ അയാളുടെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കുക തീരാച്ചുണ്ട്. അപ്പം നോമ്പേ പിടിക്കുക തീരാണ്ടായെങ്കിൽ പിന്നെ ഏത്തിക്കാഫുടെ വിഷയത്തിൽ കേൾക്കൊന്നുണ്ട് ഇല്ലാണ്ട് ഇടിക്കുള്ള മാക്കന്മാർ ചൊല്ലി. അപ്പം മാപ്പിളമാർ പെർമിഷൻ ഇന്നെങ്കിൽ മാത്രമേ ഇടിക്കണം അങ്ങ് എന്തരാക്കണത് ഏത്തിക്കാഫു ദയിക്കണായത്. അതേപോലെ ಇನ್ನೊರು ಕಾರ್ಯ ಇಟ್ಟಿಕ್ರು ಪೆನಿಂಗ ಏತಿಕಾಫ್ ದೈಕ್ರೇಂಟಾയെങ്കിൽ അങ്ങ് ശുദ്ധിയുള്ള ആൾമാരെ ഇട്ടിക്കും. ശുദ്ധി ഇന്നെങ്കിൽ ശുദ്ധി ಬೇನಂಕ್ ഏത്തിക്കാഫ് വയ്ക്കുമ്പോൾ അങ്ങ് ശുദ്ധിയിലായിട്ടിക്കോണം. ഹൈദ നിഫാസ് അങ്ങനത്തെ ഒരു കാര്യം അങ്ങലയിൽ ഉണ്ടായിട്ടിക്കോകു തീറ. അതേപോലെ ഈ ഹദീസിൽ കിട്ടുമെങ്കിൽ ಇನ್ನೊರು ಫಾಯಿದೆ ಇಟ್ಟಿಕ್ರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിൽ എത്ര പരിശ്രമിച്ചോണ്ടിന്ത് ചൊണ്ടു ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. നമുക്കെല്ലാവർക്കും പിടിയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല മാഫാക്കി കൊടുത്തത്. ആയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിൽ ചെമ്മ പരിശ്രമിച്ചോണ്ടിരുന്ന ആളായിട്ടിന്ത്. എപ്പോഴും നല്ല പരിശ്രമിക്കരുത്. പ്രത്യേകിച്ചിട്ടും റമദാൻ തിങ്കളുടെ ലാസ്റ്റത്തെ 10 നാളെത്തിട്ടുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത്തിക്കാഫ് തെച്ചിട്ട് ഇബാദത്തെടുത്തോണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ എത്ര ആ ഏത്തിക്കാഫ് ദയിക്കോകും അതേപോലെ അതിൽ ഇബാദത്തെടുക്കും അഗത്യമുള്ള ആൾമാർ നബിഡാണ്ടും യാർ അഗത്യമുള്ള ആൾമാർ ചൊണ്ടു ഈ ഹദീസിൽ നിന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും സാധ്യമാവും. അതേപോലെ ഈ ഹദീസിൽ നിന്നിട്ട് കിട്ടുമെങ്കിൽ ಇನ್ನೊರು ಫಾಯಿದೆ ഇട്ടിക്കറ് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു നബി മരിച്ചിട്ടായി പിന്നെ നബിയുടെ പെഞ്ഞായിമാർ ഏത്തിക്കാഫ് തെച്ചോണ്ടിരുന്നാറ് ചൊണ്ടു. അപ്പം ഏത്തിക്കാഫു ചൊല്ലത് അത് നസ്ഖാക്കപ്പെട്ടിട്ടില്ല, നബിക്ക് മാത്ര പ്രത്യേകമായിട്ടുള്ളതല്ല, ഇടീ ഉമ്മത്തിಗೆ അതുള്ളതായിട്ടിക്കറ് ചൊണ്ടു ഈ ഹദീസിൽ നിന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യമാണ്. കാരണം നബി മരിച്ചിട്ടായി പിന്നെ നബിയുടെ പെഞ്ഞായിമാർ ഏത്തിക്കാഫ് തെച്ചോണ്ടിരുന്നാറ്. അപ്പം നബിക്ക് മാത്രം അത് ഖാസായതല്ല, എല്ലാ ആൾമാർക്കും ഉള്ളതായിട്ടിക്കറ് ചൊണ്ടു ഈ ഹദീസിൽ നിന്നിട്ട് ഞങ്ങൾക്ക് പഠിക്കുക സാധ്യമാണ്. ഇത്ര ഇട്ടിക്കറ് ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ചൊല്ലുള്ളത്. അതിൽ പിന്നെ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല കൊടുക്കരങ്കത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്താക്കരുത് ഹദീസായിട്ടിക്കറ്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഅ്തകിഫ സ്വല്ലൽ ഫജ്റ ثم دخل معتكفه മുത്തഫഖുൻ അലൈഹി. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലെ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഅ്തകിഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇഅ്തികാഫു ദൈക്കുഗു ബിയാർച്ചിത്തുണ്ടായെങ്ക് സൊല്ലൽ ഫജ്റ ഫജ്ർ നിസ്കാരം നിസ്കരിക്കർ. സുമ്മ ദഖല മുഅ്തകഫഹു പിന്നെ നബി പ്രവേശിക്കർ മുഅ്തകഫഹു. മുഅ്തകഫഹു ചൊല്ലതിൽ രണ്ട് അർത്ഥ ഉലമാക്കന്മാർ കൊടുത്തത്. ഒരു അർത്ഥ ഉലമാക്കന്മാർ ചെന്നത് അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തികാഫു പ്രവേശിച്ചോണ്ടിന്ത് ചൊല്ലു. അതായത് 21 സുബൈയിലുണ്ട്, 21 നോമ്പ് സുബൈ നിസ്കരിച്ചിട്ടായി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തികാഫു പ്രവേശിച്ചോണ്ടിന്ത് ചൊല്ലു. അപ്പോൾ ഇട്ടിന്ത് നബി ഈത്തികാഫ് തുടങ്ങിയോണ്ടിന്നെ ചൊല്ലു. രണ്ടാമത്തെ ഒരു അർത്ഥ ഇത് ചമ്മ ഉലമാക്കന്മാർ ചെന്ന കങ്കത്തെ അർത്ഥ ഇട്ടിക്കൽ ഇതായിട്ടിക്കൽ സരിയായ അർത്ഥ. അതായത് മുഅ്തകഫഹു ചെന്നിട്ടായെങ്കിൽ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കരിച്ചിട്ട് പിന്നെ അവിടെ ഒരു ചെറിയ പായിൽ ടെൻറ്റ് കൈക്ക് ആക്കിയിട്ടിന്ത്. ആൾമാർ നിസ്കരിക്കലെ ജാഗലിട്ട് തെല്ല ദൂരമായിട്ട് ഒരു ടെൻറ്റ് കൈക്ക് ഒരു ചെറിയ റൂം കൈക്ക് പായിൽ ആക്കിയിട്ടിന്ത്. അതിൽ പോയിട്ട് നബി എന്താക്കറ് ഇബാദത്തിൽ മുൽങ്ങിയോണ്ടിന്ത് ചൊല്ലു. ഇബാദത്ത് എടുത്തോണ്ടിന്ത് ചൊല്ലു. നിസ്കരിച്ചായക്കമേ അതിലേക്ക് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിൽ ആക്കിയോണ്ടിന്ത് ചൊല്ലു. ഇതായിട്ടിക്കൽ സരിയായ അർത്ഥ. ഇതായിട്ടിക്കൽ ചമ്മ ഉലമാക്കന്മാർ ചെന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് തുടങ്ങിയോണ്ടിന്നെ 21 മഗ്രിബിൽ പിന്നെ തുടങ്ങിയോണ്ടിന്ത്. 21 ജാമത്തിൽ തുടങ്ങിയോണ്ടിന്നെ. അപ്പം സുബൈയിൽ പിന്നെ ഇഅ്തികാഫ് തുടങ്ങുകയുണ്ടായെങ്കിൽ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 നാളും പൂർത്തിയായിട്ട് ഇഅ്തികാഫ് തെച്ചിട്ട് നമുക്ക് ചൊല്ലുകാവില്ല. അതുകൊണ്ടിട്ട് ഉലമാക്കന്മാർ ചൊല്ലുന്ന അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിൽ ഇൻത്തുണ്ടായെങ്കിൽ ഫജ്ർ നിസ്കരിച്ചിട്ടായിട്ട് നബി എന്താക്കിയോണ്ടിന്ത് ഒരു ചെറിയ ടെൻറ്റ് കൈക്ക് ആക്കിയോണ്ടിന്ത് ഒരു പായില അതല്ലാണ്ടെങ്കിൽ ಬೇರೆಂದಿರ್ತಾയെങ്കിൽ ഒരു ವಸ್ತುಲು ಟೆಂಟ್ ಕೈಗೆ ಹಾಕಿಟ್ಟಿಂತು ಅದ್ರೊಳಗೆ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് എടുത്തോണ്ടിന്തിൻ്റെ ഇതിൽ അർത്ഥ ചൊല്ലിട്ടു ചമ്മത്തെ ഉലമാക്കന്മാർ ചൊന്നത്. ഈ ഹദീസിൽ കിട്ടറങ്കത്തെ പാടെന്തിരെ ചൊന്നിട്ടായെങ്കിൽ ഈത്തിക്കാഫ് ദയിക്കുമ്പോൾ ദയിക്കിற ആളുടെ മേൽ സുന്നത്തായിട്ടിക്കൽ എന്തിരെ പല്ലിൽ മൂലൊരു ചെറിയൊരു ടെൻറ്റ് കൈക്ക് ആക്കരെ ചൊല്ലത് പായില അതല്ലാണ്ടെങ്കിൽ തുനില ಬೇರೆಂದ್ರೆ ഒരു ವಸ್ತು ಚೆನ್ನಾಗಿ ಆಲ್ಮಾರ್ಟಿಗೆ ಮಿಂಗ್ಲಿಂಗ್ ಆವಾಂಟು ಖಾಲಿ ಒಡ್ತಾನೆ ಸಿಂಗಲೈಟ್ ಅದರೊಳಗೆ ತೆಚ್ಚಿಟ್ಟು ಇಬಾದತ್ എടുക്കൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ടിന്ത് നബി അങ്ങനെ ആക്കിയോണ്ടിന്ത്. ആയെങ്ക അതിനങ്ങ അങ്ങനെ ചെറിയ ടെൻറ്റ് കൈക്ക് ആക്കരേണ്ടായെങ്കിൽ രണ്ട് വിഷയം ഞങ്ങൾ ഗമനത്തിൽ വയ്ക്കണം. ഒന്ന് അതിനങ്ങ ആക്കുനായത് അങ്ങനത്തെ ചെറിയ റൂം കൈക്ക് ചെറിയ ടെൻറ്റ് കൈക്ക് ആക്കുനായത് ആൾമാർ നിസ്കരിക്കരങ്കത്തെ ജാഗലല്ല അതിലിട്ട് തെല്ല് ദൂരമായിട്ടായിട്ടിക്കರು. അതിലിട്ട് തെല്ല് ദൂരമായിട്ട് ഒരു മൂലയിൽ ആക്കണം. രണ്ടാമത്തേതായിട്ട് ചില സന്ദർഭത്തിൽ പല്ലിങ്ങ ചെറിയതായിട്ടിക്കರು. അപ്പം ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ടെൻറ്റ് ആക്കിയിട്ടായെങ്കിൽ ആൾമാർക്കെല്ലാം പക്ക മെയ്യാവില്ല ജാഗ മെയ്യാവില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ ഇത് ആക്കോgu തീരാച്ചಂಟು ഉലമാക്കന്മാർ ചൊല്ലാർ. ആൾമാർക്ക് ഉപദ്രവം ഉണ്ടായെങ്കിൽ അങ്ങനത്തെ സന്ദർഭത്തിൽ ഇത് ആക്കോgu തീരാച്ചಂಟು. ഇതായിരിക്കും ഈ ഹദീസിൽ കിട്ടറങ്കത്തെ ഫായിദ. ഇത്രയായിരിക്കും ഈ ഹദീസിൽ ചൊല്ലുകൊള്ളത്. വഹദ വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു അലാ നബിയിന വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.